സാർ കേൾക്കുന്നില്ലേ? കേൾക്കാം സാർ, കേൾക്കാം. താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് ഓൾ അസോസിയേറ്റ്സ്. നമ്മുടെ ഇന്നത്തെ $1,000,000 ക്ലബ് പാലക്കാടിന്റെ ഈ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ മനീഷ്, കണ്ണൂർ. ഞാനൊരു 4.25 വർഷം, അതായത് ഒരു 5 വർഷത്തിനുള്ളിലായി ഈ സുന്ദരമായ ഈ ഒരു സിസ്റ്റം ഏറ്റെടുത്ത് നെഞ്ചോട് ചേർത്ത് തന്നെ ചെയ്യുന്നു. അതിന് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മഹാരഥന്മാരായ എൻ്റെ ഗുരുക്കന്മാർ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അസോസിയേറ്റ്സ്, സർവ്വ ചരാചരങ്ങൾക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ നമ്മളെ ഗ്രേറ്റ് ലീഡറായ ഷാജി സാർ വളരെ ലഘുവായി അദ്ദേഹം ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി മനോഹരമായി സംസാരിച്ചു. അദ്ദേഹത്തിന് ഞാൻ ഏറ്റവും വലിയ നന്ദി അർപ്പിക്കുന്നു. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും നമ്മുടെ ഓൾ ലീഡേഴ്സ്, എല്ലാ ലീഡേഴ്സും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതൊക്കെ തന്നെയാണ്, പ്ലാൻ തന്നെയാണ്, ഈ പ്ലാന് തിരിച്ചും മറിച്ചും തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾക്ക്, നമ്മുടെ അസോസിയേറ്റ്സിന് ഒരിക്കലും ഇത് കേട്ടുകൊണ്ട് മടുപ്പ് ഉണ്ടാകാൻ പാടില്ല, അല്ലെ? നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ വിജയിക്കാൻ എന്താ വേണ്ടത്? ഈ സിസ്റ്റത്തിന്റെ കാര്യം തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ സിസ്റ്റത്തിന്റെ കാര്യം. ഇപ്പോൾ ഒരു പച്ചക്കറി കടയിൽ, ആ പച്ചക്കറി കടയിൽ പച്ചക്കറി തന്നെയാണ് വിൽപ്പന നടത്തുന്നത്. ഒരു മീൻ കച്ചവടം നടക്കുന്നത്, അത് മീൻ കച്ചവടം അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഈ ഒരു സിസ്റ്റത്തെ പറ്റി നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ സിസ്റ്റം എന്ന് മുതലാണോ ഉള്ളിൽ കയറി പേൾ വെയിൻ ഇന്റർനാഷണൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, അന്ന് മുതലായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ആരംഭിക്കുന്നത്. ഇത് എനിക്ക് പറയാൻ പറ്റുന്നത്, അങ്ങനെ റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഞാൻ. ഡിയർ അസോസിയേറ്റ്സ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഷായ് സാർ പറഞ്ഞു കഴിഞ്ഞു, $6 ട്രില്യൺ ഇൻഡസ്ട്രിയുടെ വലിയൊരു ഭാഗമായിക്കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ കടന്നു വരുന്നത്. അപ്പോഴിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് കോടാനുകോടീശ്വരന്മാരായ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കുടുംബമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ, ഒരു പാനിക്കോ ഇല്ല. 100% ഈ ഒരു സിസ്റ്റത്തിൽ വിജയിച്ചിരിക്കും. കാരണം സമർപ്പണ ബോധം, ഞാൻ എപ്പം പറഞ്ഞ പോലെ, എന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിസ്റ്റം ഏറ്റെടുക്കുന്നത്. അതായത് എനിക്ക് പറയാനുള്ളത്, വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞ 5 പൈസ എന്ന് പറഞ്ഞത് വേറെ അഡീഷണൽ ആയിട്ട്, ഇതാദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്കിതിൽ റിസൾട്ട് ഉണ്ടോന്നല്ലേ ഫ്രണ്ട്സ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വേറൊരു അഡീഷണൽ വരുമാനമില്ല. ഈ സിസ്റ്റം ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്നത്. അതായത് ഈ സിസ്റ്റം ചെയ്തുകൊണ്ട് ഞാൻ എന്ത് നേടിയെന്ന് വെച്ചാൽ, എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ, ഞാൻ ഷായ് സാറും കൂടി ആദ്യം ഒരു ടാറ്റ നെക്സോണിന്റെ ഒരു 15.5 ലക്ഷം മൂല്യമുള്ള ഒരു വാഹനം സ്വന്തമാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫോക്സ് വാഗന്റെ വീണ്ടും ഒരു വാഹനം സ്വന്തമാക്കി. ഈ വാഹനം സ്വന്തമാക്കി ഞാൻ പറയും, ഈ വാഹനം സ്വന്തമാക്കൽ വലിയൊരു അത്ഭുതമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഞാൻ ആദ്യകാലങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. പിന്നീട് ഞാൻ പറയാനുള്ളത്, റഫറൽ മാർക്കറ്റിംഗിന്റെ പവർ ഷായ് സാർ പറഞ്ഞു. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ആഡ് ചെയ്ത് പറയാം, സമയക്കുറവുണ്ട്. ഇവിടെ 2020 മാട്രിക്സിന്റെ അത്ഭുതം നടക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഫ്രണ്ട്സ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, പേൾ വെയിൻ ഇന്റർനാഷണൽ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിൽ വിജയിക്കാൻ ഒരു നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ കടന്നു വന്നാൽ, ആ വ്യക്തി ഡ്യൂപ്ലിക്കേഷൻ നടത്തിയാൽ മാത്രം മതി. ഒരു 20 ID സീഡ് ഫണ്ടിങ് ടോക്കൺ ഫാമിംഗ് ചെയ്ത് അതിൽ നിന്ന് ആ വ്യക്തി ഡ്യൂപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ പെർ ഡേ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ഒരാളും ഒരു 100 ആൾ 200 ആളെ പരതി പോകേണ്ട ആവശ്യം ചിലപ്പോൾ വരില്ല. ഞാനത് പറഞ്ഞു വരുന്നത് അന്വേഷിച്ച് പോകേണ്ടതല്ല, ഒരാൾ മതി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, റഫറൽ മാർക്കറ്റിംഗിന്റെ പവർ എന്ന് പറയുന്നത് ഇന്ന് 102ലധികം USDT ആണ് റഫറൽ മാർക്കറ്റിംഗിന്റെ പവറിലൂടെ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന എന്റെ ഈ വരുമാനം. വെറും റഫറൽ മാർക്കറ്റിംഗിന്റെ ആ രീതിയിലുള്ള വരുമാനം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 65 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം. 65 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ 3.25-4 ലക്ഷത്തിനുള്ള വരുമാനം കിട്ടുക. എന്റെ ഇന്നത്തെ റഫറൽ മാർക്കറ്റിംഗിന്റെ വരുമാനം പറഞ്ഞത് 3,90,000 കഴിഞ്ഞു. ആലോചിക്കറ. അപ്പൊ റഫറൽ മാർക്കറ്റിംഗിന് പവർ ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്,
നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ലോകത്ത് അത്ഭുതങ്ങൾ നടത്താൻ, ലോകത്ത് സാമ്പത്തിക വിപ്ലവം നടത്താൻ പോകുന്ന ഒരു വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഫ്രണ്ട്സ് നമ്മളൊക്കെ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ ലോകത്ത് അത്ഭുതം ബിറ്റ്കോയിൻ അഥവാ BTC പറ്റി എല്ലാവർക്കും അറിയാം. 2009 കാലഘട്ടത്തിൽ 2 രൂപ 95 പൈസ ഉള്ള ബിറ്റ്കോയിൻ 16 വർഷം കഴിയുമ്പോൾ ഈ ബിറ്റ്കോയിന്റെ മൂല്യം ഇന്ന് 75-നും 80 ലക്ഷത്തിനും ഉള്ളിലാണ്. അപ്പോൾ ഡിജിറ്റൽ അസറ്റുകൾ വളരുന്നില്ലേ? തീർച്ചയായിട്ടും ഡിജിറ്റൽ പ്രോഗ്രാമിന്റെ കൂടെ സഞ്ചരിച്ചവർ വളരുന്നില്ലേ? ബിറ്റ്കോയിൻ എന്ന കറൻസി 140 വർഷത്തേക്കുള്ള മൈനിങ് ഫാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ചില സാധാരണക്കാർ പറയുന്നതാണ് ഇതൊന്നും നടക്കൂല, ഇതാണ് തട്ടിപ്പാന്നുള്ളത്. ആ 140 വർഷം നമ്മളെ പോലത്തെ ആൾക്കാർ ഉണ്ടാവില്ല ഭൂമിയിൽ. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഫ്രണ്ട്സ്? ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബിറ്റ്കോയിൻ, എതേറിയം, അതുപോലെ തന്നെ USDT ഇങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വമ്പൻ കറൻസികൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ PBC മെറ്റ എന്ന് പറഞ്ഞ ഈ മൾട്ടി പർപ്പസ് NFT ടോക്കൺ സിസ്റ്റത്തിന്റെ സെക്കൻഡ് പ്രൊജക്റ്റായ ഈ ടോക്കന്റെ മൂല്യം എവിടെ എത്തും ഫ്രണ്ട്സ്? ആലോചിച്ച് നോക്കുക. അതാണ് ഇന്ന് ചെറിയ രീതിയിൽ നിന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. PBC മെറ്റയുടെ മൂല്യം ഇന്ന് എന്തോ ആയിക്കോട്ടെ, അത് എത്രയോ ആ മൂല്യത്തിന്റെ വേരിയേഷൻ സംഭവിച്ചോട്ട്, ഒരിക്കലും നമുക്ക് പാനിക് ആവേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഈ ഒരു PBC മെറ്റ USDTയുടെ പേരിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് PBC മെറ്റയുടെ മൂല്യം ഒരു 5 പൈസ അല്ലെങ്കിൽ 1 പൈസ ആയാലും നിങ്ങൾ എത്രയാണോ ടോക്കൺ ഫാമിംഗ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതില് ഒരു പൈസ പോലും എത്രയാണോ നിങ്ങളുടെ ലീഡർ നിങ്ങളോട് വാഗ്ദാനം ചെയ്ത് ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കും. അതാണ് ഈ PBC മെറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. PBC മെറ്റയുടെ മൂല്യം കുറഞ്ഞതിനെ പറ്റി നമുക്ക് ആരും കൺഫ്യൂഷൻ ആയിട്ട് ആവശ്യമില്ല ഫ്രണ്ട്സ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ കിട്ടിയ സമയം സീഡ് ഫണ്ടിങ് ചെയ്തുകൊണ്ട് $6 ട്രില്യൺ ഇൻട്രസ്റ്റിയുടെ പാർട്ട്ണർ ആകാനുള്ള ഒരു ശ്രമം നടത്തുക എല്ലാവരും. കാരണം നമ്മുടെ സിസ്റ്റത്തെ പറ്റി ഒരിക്കലും പ്രവചിക്കാൻ പറ്റൂല ഫ്രണ്ട്സ്. കാരണം 85 ലക്ഷത്തിലധികമുള്ള വാലറ്റ് ഹോൾഡേഴ്സ് സൃഷ്ടിച്ചതിന് ശേഷം സിസ്റ്റം അനൗൺസ് ചെയ്തിരുന്നു, നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള നമ്മുടെ പാർട്ട്ണർമാരെ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇതിൽ കൊണ്ടുവരാമെന്ന് ആ രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ സിസ്റ്റത്തിൽ വന്നിരുന്നു. അതിനുശേഷം ആരുടെയും അനുവാദം ചോദിക്കാതെ 1, 2, 3 മാസത്തിനുള്ളിൽ സിസ്റ്റം ഫസ്റ്റ് പ്രോജക്റ്റിന്റെ ഡിജിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത സിസ്റ്റമാണ് പേൾ വൈൻ ഇന്റർനാഷണൽ. അതുപോലെ ഈ $6 ട്രില്യൺ ഇൻഡസ്ട്രിയുടെ ഭാഗമായുള്ള ഇന്ന് 5000 രൂപ കൊടുത്ത് ഈ സിസ്റ്റത്തിന്റെ പാർട്ട്ണർ ആകാനുള്ള ഈ ഒരു അവസരം നമ്മുടെ പ്രിയപ്പെട്ട അസോസിയേറ്റ്സ് കളയാതിരിക്കുക. കാരണം നാളെ ഇരുന്ന് കരയേണ്ട ഒരു അവസ്ഥ വരും. തീർച്ചയായിട്ടും സീഡ് ഫണ്ടിങ് എന്ന കാര്യം എല്ലാവരും ചെയ്യുക. ഇന്ന് സീഡ് ഫണ്ടിങ് ചെയ്താൽ 1000 PBC മെറ്റ മൾട്ടി പർപ്പസ് NFT ടോക്കൺ ലഭിക്കും. ഷായ് സാർ പറഞ്ഞു കഴിഞ്ഞു, അത് പിറ്റേ ദിവസം മുതൽ 0.20 വെച്ച് ഡെയിലി റിവാർഡ് ലഭിക്കുകയും ആ PBC മെറ്റ എന്ത് സംഭവിക്കും? 1000 ദിവസം കൊണ്ട് 2000 PBC മെറ്റയായി മാറും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേക കാര്യം എന്താണ്? PBC മെറ്റ എന്ന് പറഞ്ഞ മൾട്ടി പർപ്പസ് NFT ടോക്കന്റെ മൂല്യം 2022 ജൂലൈ 28 ഒരു BUSDക്ക് സമാനമായിട്ടുള്ള മൂല്യമാണ് ഉണ്ടായിരുന്നത്. അതായത് INR 88 രൂപയുണ്ടായിരുന്ന ഈ ഒരു PBC മെറ്റ പിന്നെ USDTയുടെ പേരിലാണ് പ്രവർത്തിച്ചത്. അങ്ങനെ മെറ്റയുടെ മൂല്യം ഒരു USDT, 2 USDT, 3 USDT, 4 USDT, 5 USDT അങ്ങനെ 1370, 1380 USDT ഇവിടെ മൂല്യത്തിലെത്തിയിരുന്നു. അതായത് 1370-ലധികം ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ മൂല്യമുണ്ടായിരുന്ന ഒരു കറൻസിയാണ് PBC മെറ്റ. ആദ്യകാലങ്ങളിൽ നമ്മളൊക്കെ സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ്സ് പൂർത്തിയാക്കുമ്പോൾ വെറും ഇന്നത്ര ഭാഗ്യവന്മാരാണ്, അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. വെറും ഒരു PBC മെറ്റ മാത്രമായിരുന്നു നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം സീഡ് ഫണ്ടിങ് ചെയ്യുന്ന വ്യക്തിക്ക് 1000 ടോക്കൺ ലഭിക്കുന്നു ഫ്രണ്ട്സ്. ഈ 1000 ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000 PBC മെറ്റ എന്തായാലും 33 മാസം 1000 ദിവസം കൊണ്ട് മെറ്റയുടെ മൂല്യം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഒരു 33 മാസം 1000 ദിവസം വെയിറ്റ് ചെയ്താൽ 2000 PBC മെറ്റ ലഭിച്ചു കഴിഞ്ഞാൽ ഈ 2000 PBC മെറ്റക്ക് 2000 × 100 2 ലക്ഷം രൂപ ഇതെന്ത് ചെയ്യാം? സെക്കൻഡ് പ്രോസസ്സായ ടോക്കൺ ഫാമിംഗിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ മെറ്റയുടെ മൂല്യം 1370 കടന്ന ഈ മെറ്റയുടെ മൂല്യം
1000 രൂപയാണെങ്കിൽ ഫ്രണ്ട്സ്, ഇന്ന് സീഡ് ഫണ്ടിങ് ചെയ്ത് വെറുതെ നിൽക്കുന്ന ആൾക്ക് പോലും കിട്ടാൻ പോകുന്ന മൂല്യം എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയാണ് മൂല്യം ലഭിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഞാനൊക്കെ ആദ്യം 50 USDT ടോക്കൺ ഫാമിംഗ് സെക്കൻഡ് പ്രോസസ്സിലേക്ക് പൂർത്തിയാക്കി പോകാനുള്ള ഒരു അവസരമാണ് സിസ്റ്റം നൽകിയിരുന്നത്. PVC മെറ്റയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ, മൂല്യം വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് വെറും ഈ ഞാൻ ചെയ്തതാണ് 3.5 PVC മെറ്റ, അതായത് 3.5 PVC മെറ്റ മതി 50 USDT ഫാമിംഗ് നടത്താൻ. ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ മൂല്യം കൂടി കഴിഞ്ഞാൽ വെറും 7 PVC മെറ്റ, നിങ്ങൾ ഇന്ന് ട്രസ്റ്റ് വാലറ്റിലോ സ്റ്റേക്കിങ്ങിലോ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്ന ആ PVC മെറ്റയുടെ മൂല്യം ഉയർന്നു കഴിഞ്ഞാൽ 7-10 PVC മെറ്റ മതി നിങ്ങൾക്ക് 100 USDT ഫാമിംഗ് നടത്താൻ ഫ്രണ്ട്സ്. അപ്പോൾ ഈ PVC മെറ്റ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുമോ? ഒരിക്കലും നഷ്ടം വരില്ല. അപ്പോൾ സിസ്റ്റം നോട്ടിഫിക്കേഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 2 ഡിജിറ്റിലേക്ക് സിസ്റ്റം കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോയിരിക്കും. ഇന്നേ വരെ സിസ്റ്റം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പാലിച്ച സിസ്റ്റമാണ് പേൾ വൈൻ ഇന്റർനാഷണൽ. കൃത്യമായിട്ടുള്ള 2022 കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ്, കൃത്യമായിട്ടുള്ള വൈറ്റ് പേപ്പർ, കൃത്യമായിട്ടുള്ള എക്സ്ചേഞ്ചിലേക്ക് പടിപടിയായി മെറ്റ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ട്രേഡിംഗ് പെയറിലേക്കും കൂടി ഇത് കയറി കഴിഞ്ഞാൽ ഇപ്പം ബേണിംഗ് പ്രോസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. പിന്നീട് ഈ ബേണിംഗ് പ്രോസസ് നടക്കുന്ന സമയം ചില അവസരങ്ങളിൽ നമ്മൾ ഉറക്ക് എഴുന്നേറ്റ് രാവിലെ എണീക്കുമ്പോഴായിരിക്കും ചിലപ്പം 5-10 USDT മൂല്യം PVC മെറ്റ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറയാൻ കാരണം, ഈ കിട്ടിയ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വലിയ അസറ്റാണ് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 25,000 PVC മെറ്റ സീലിംഗ് അച്ചീവേഴ്സിനെ കാണാൻ പറ്റും അല്ലെ? ആ സീലിംഗ് അച്ചീവേഴ്സിന് ലഭിക്കാൻ പോകുന്ന ഗുണം എന്താണ്? ഇപ്പോൾ 25,000 PVC മെറ്റ കൊണ്ട് സ്റ്റേക്കിംഗ് ചെയ്ത ആ ഒരു വാലറ്റ് ഹോൾഡർക്ക് ഡെയിലി 50 PVC മെറ്റ വെച്ച് ഡെയിലി റിവാർഡ് ലഭിക്കും. അപ്പോൾ ആ PVC മെറ്റ 1000 ദിവസം കൊണ്ട് 50,000 PVC മെറ്റയായി മാറും ഫ്രണ്ട്സ്. 50,000 PVC മെറ്റ. അപ്പോൾ ഈ സ്റ്റേക്കിംഗ് നടത്താൻ ആരാണോ ഈ വ്യക്തിയെ സഹായിച്ചത്, ആ സ്പോൺസർക്ക് എന്ത് ലഭിക്കും? ആ സ്പോൺസർക്ക് ലഭിക്കുന്ന PVC മെറ്റ എന്ന് പറയുന്നത് 20% PVC മെറ്റ, 10 PVC മെറ്റ ലഭിക്കും. ഒന്നാമത്തെ അപ്ലൈൻ ലഭിക്കുന്നത് 10 PVC മെറ്റ ലഭിക്കും. രണ്ടാമത്തെ അപ്ലൈൻ ലഭിക്കുന്ന PVC മെറ്റയോ 19% ലഭിക്കുന്ന PVC മെറ്റ എന്ന് പറയുന്നത് 9.5 PVC മെറ്റ, 9.5 PVC മെറ്റ. അതുപോലെ തന്നെ മൂന്നാമത്തെ അപ്ലൈന് 18% ലഭിക്കുന്നത് 9 PVC മെറ്റ. അങ്ങനെ 20ഓളം ലെവലിൽ 1% PVC മെറ്റ കൊടുക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ 25,000 PVC മെറ്റ, അത് 50,000 PVC മെറ്റയായി മാറും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ ആ റൂട്ട് പ്രകാരം പോയി ട്രേഡിങ്ങിലൊക്കെ പോയി ഇത് കൃത്യമായിട്ടുള്ള റൂട്ടിലേക്ക് ഈ PVC മെറ്റ പോകാൻ തുടങ്ങിയാൽ വെറും ഒരു USDT മുകളിൽ, അതായത് INR വെറും 100 രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 50,000 PVC മെറ്റ ഹോൾഡ് ചെയ്തിട്ട വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. 50 ലക്ഷം രൂപ ഫണ്ട്സ്. അതുപോലെ തന്നെ 25,000 PVC മെറ്റ സ്റ്റേക്ക് ചെയ്ത് 1000 ദിവസം കഴിഞ്ഞാൽ ഈ മെറ്റയുടെ മൂല്യം ഒരു 100 കൂടി അഡീഷണൽ ഒരു 100 INR 100 രൂപയും കൂടി ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇന്ന് ഈ സ്റ്റേക്ക് ചെയ്ത വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം 1 കോടി രൂപയാണ് ഫ്രണ്ട്സ് ലഭിക്കുവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ മെറ്റയുടെ മൂല്യം ഒരു 400 രൂപയാകുന്നതെങ്കിൽ 2 കോടിയാണ് വരുമാനം ലഭിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ്. ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ഒരു 500 രൂപയാണ് ഈ PVC മെറ്റയുടെ മൂല്യമെങ്കിൽ ഇന്ന് സ്റ്റേക്ക് ചെയ്തിട്ടിരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത് 2.5 കോടി രൂപയാണ് വരുമാനമായി ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പം പറഞ്ഞു 2 ഡിജിറ്റിന്റെ മുകളിലേക്ക് സിസ്റ്റം കൊണ്ടുപോകുമെന്ന് സിസ്റ്റം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഇപ്പൊ 2025, 26, 27 കാലഘട്ടത്തിലൊക്കെ പ്രഡിക്ഷൻ സിസ്റ്റത്തിന്റെ മെറ്റയുടെ പ്രഡിക്ഷൻ ഗൂഗിൾ പ്രഡിക്ഷൻ പ്രകാരം 2000 മോയിലൊക്കെ കടക്കുന്ന വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ PVC മെറ്റയുടെ മൂല്യം 1000 രൂപയാവുകയെങ്കിൽ 1000 രൂപ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ലഭിക്കാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത്
5 കോടി രൂപയാണ് ഇന്ന് സീലിംഗ് അച്ചീവേഴ്സിൽ നിൽക്കാമെന്ന് വരുമ്പോൾ 5 കോടി രൂപ. അപ്പോൾ ഈ സമയം നമുക്ക് മെറ്റയുടെ മൂല്യം കുറഞ്ഞതിന് നമ്മൾ ടെൻഷൻ അടിക്കുമല്ല വേണ്ടേ? എന്ത് ചെയ്യണം? നമ്മൾ ബിറ്റ്കോയിന്റെ മൂല്യം 2 രൂപ 85 പൈസയിലെ സമയം വാങ്ങുന്നതായിരുന്നോ നല്ലത്? അല്ലെങ്കിൽ ഇപ്പം 75 ലക്ഷം ഉണ്ടായിരുന്ന സമയം ആണോ നമുക്ക് വാങ്ങാൻ നല്ലത്? അത് നമ്മൾ തീരുമാനമെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സ്, ഈ ഒരു അവസരം, ഈ PVC മെറ്റയുടെ മൂല്യത്തിൽ വ്യത്യാസം വന്ന ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇന്ന് എന്റെയൊക്കെ വരുമാനം എന്ന് പറഞ്ഞത് ഡെയിലി PVC മെറ്റ 600 PVC മെറ്റയാണ് ഡെയിലി വരുമാനം. 600 PVC മെറ്റ 20 ലെവലിനുള്ള എനിക്ക് ലഭിക്കുന്ന വരുമാനം ആയിരക്കണക്കിന് അസോസിയേറ്റ്സ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഗുരുക്കന്മാരുടെയും എന്റെ അസോസിയേറ്റ്സിന്റെയും സഹായത്താൽ ആയിരക്കണക്കിന് അസോസിയേറ്റ്സ് എന്റെ കൂടെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഹെൽപ്പ് പ്രകാരം 600 PVC മെറ്റ 4.25 വർഷം 5 വർഷത്തെ എഫേർട്ടും ഈ 600 PVC മെറ്റയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു 100 രൂപ വില വരികയാണ് ഫ്രണ്ട്സ്. സിസ്റ്റം പറഞ്ഞ പോലെ ഇന്നലെ അശോക് ഡിസ്കസ് ചെയ്ത് പറഞ്ഞ പോലെ സിസ്റ്റം ഓരോ വ്യക്തിയും ട്രില്യനേഴ്സും മില്യനേഴ്സും ബില്യനേഴ്സും ആക്കും. അത് ഇങ്ങനെ പടിപടി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ 600 × 100 ഡെയിലി വരുമാനം 60,000 രൂപയായിരിക്കും ദിവസ വരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ 600 PVC മെറ്റയുടെ മൂല്യം ഞാനിപ്പോ പറഞ്ഞ പോലെ 1000 രൂപയിലേക്ക് കടക്കുകയാണെങ്കിൽ 600 × 1000 പെർ ഡേ ഈ ടോക്കൺ ഫാമിങ്ങിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു ലെവലിലെ വരുമാനം അല്ലാതെ പെർ ഡേ PVC മെറ്റയുടെ വരുമാനം ഈ സ്റ്റേക്കിങ്ങിലൂടെ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ് ഡെയിലിയിലേക്ക് ആകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകത്ത് അത്ഭുതങ്ങൾ നടത്താൻ പോകുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക വിപ്ലവം നടത്താൻ പോകുന്ന വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഫ്രണ്ട്സ് നമ്മളൊക്കെ കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ സമയത്തിന്റെ കൃത്യനിഷ്ഠ പാലിക്കണോണ്ട് അധികം കൂടുതലായി സമയം നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കൃത്യമായി സിസ്റ്റത്തെ പറ്റി നിങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക.